കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുറുന്നുപൂവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണീ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുറുന്നുപൂവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണീ. കഥ 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 കാക്കത്തൊള്ളായിരം, കഥ 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 കാക്കത്തൊള്ളായിരം. കടലിന്റെ തീരത്ത് കടലിന്റെ തീരത്തണയണ തിരകൾ പറയണ കഥയാണ്. കായലോളത്തിലെ കളിയോടം കണ്ട കന്നിനിലാവിന്റെ കഥയാണ്. പടവരമ്പത്തെ പുൽനാമ്പിനോട് പുലരി പറഞ്ഞൊരു കഥയാണ്. മാനം മുട്ടണ കൊടുമുടിയോട് മൂവന്തി പറയണ കഥയാണ്. മൂവന്തി പറയണ കഥയാണ്. കഥ 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 കാക്കത്തൊള്ളായിരം. സംസർഗ ഗുണദോഷ പാപവിചന്ദന നിഷ്പ്രഭ. എന്താ ആ അർത്ഥം ഇതാണ്. സംസർഗം കൊണ്ടാണ് ഗുണവും ദോഷവും ഉണ്ടാവുന്നത്. എന്നെ കണ്ടാണ് ഗിരി വളർന്നത് എന്ന് കരുതി യാതൊരു കുഴപ്പവുമില്ല. ക്ലീനാ, 9/6. പവർ കുറയുമ്പോ ഞാൻ ശകലം വീശും, ഒരു ടൈം പാസ്. പക്ഷേ ഗിരി മാഷേതാ ഇങ്ങോട്ട് നോക്ക്. മദ്യവരുത്തനാ. മദ്യപാനം മാത്രമല്ല, പുകവലി, പൊടിവലി, വെറ്റില മുറുക്ക്, ഇതിലൊന്നിലും തൽപരനല്ല കഥാപുരുഷൻ. നല്ലത്. ആ സ്ഥിതിക്ക് പിയപുരം മാഷ് പറ എന്തു കൊടുക്കും? നേരെ വാ, പുറകുവശത്തൂടി ഇറങ്ങിപ്പോ എന്ന നയം പവിത്രനില്ല. ഫ്രാങ്കാ ഞാൻ. മാഷ് ധൈര്യമായിട്ട് പറഞ്ഞോ, മകൾക്ക് എത്ര സ്ത്രീധനം കൊടുക്കും? ഈ കുടുംബത്തിലെ കാരണവരെന്ന നിലയ്ക്ക് എന്നോട് തുറന്നു പറ. ഇപ്പോ ഒരു ഉദ്ദേശത്തുക പറഞ്ഞാ മതി, പിന്നെ വേണമെങ്കിൽ കൂടിക്കോട്ടെ, കുറയാതിരുന്നാ മതി. ആ വക കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ മാത്രം നമ്മളൊന്നും തീരുമാനിച്ചില്ലല്ലോ. സമീപഭാവിയിൽ തീരുമാനിക്കണമല്ലോ. പറയൂ മാഷേ. എന്താ ചേട്ടാ? ഒന്നുമില്ല, കുച്ചിനഹി. ഞാൻ പോവാൻ ഇറങ്ങിയതാ, അപ്പോഴാ ഇദ്ദേഹം. ചേട്ടൻ എന്താ ഈ കാണിക്കുന്നത്? ആണുങ്ങൾ സംസാരിക്കുന്നിടത്ത് നിനക്കെന്താ ഇവിടെ കാര്യം? ഞങ്ങളൊരു പ്രധാനപ്പെട്ട വിഷയം ചർച്ച ചെയ്യുക. പോവാൻ എനിക്ക് കുറച്ച് ധൃതിയുണ്ട്. ഇപ്പൊ വിടാം. മാഷെ, അമ്മ ഒരു പ്രത്യേക സ്വഭാവക്കാരിയാ. ഒരുപാട് കഷ്ടപ്പെട്ട ഞങ്ങളെ വളർത്തിയത്. അച്ഛൻ നേരത്തെ മരിച്ചുപോയി. ഭാഗ്യവാൻ. 3 മക്കളെയും കൊണ്ട് ഒറ്റയ്ക്ക് അമ്മ അനുഭവിച്ച കാര്യങ്ങൾ കൊണ്ടാ ഇങ്ങനെ പരുക്കം മട്ടായി പോയത്. മാഷ് ക്ഷമിക്കണം. മാപ്പ് നൽകൂ മഹാത്മതേ. ഇതിന്റെ പേരില് ഗിരിയേട്ടനോട് പരിഭവം തോന്നരുത്. ഗിരിയേട്ടൻ വരുമ്പോ ഞാൻ പറയാം മാഷ് വന്നിരുന്നു. ശരി ശരി, ഞാൻ പോകുന്നു. അപ്പൊ ചർച്ച തുടരുന്നില്ലല്ലേ? നിനക്കെന്താണ് ഇവിടെ കാര്യം? അപ്പൊ അസംബ്ലി ഡിസ്പേഴ്സ്ഡ്. എന്നാലും അമ്മ അദ്ദേഹത്തിനോട് സംസാരിച്ചത് തെറ്റായി പോയി. എന്റെ തെറ്റ് ശരിയും ചൂണ്ടിക്കാണിക്കാൻ നീ ആരാടി? തലയിരിക്കുമ്പോ വാലാടണ്ട, പറഞ്ഞേക്കാം. അദ്ദേഹം സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്തൊരു അധ്യാപകനാ. എന്നെ അങ്ങേര് പഠിപ്പിച്ചിട്ടില്ല. അമ്മയുടെ ഈ സ്വഭാവം ഒന്ന് മാറ്റാവോ? ഐശ്വര്യം ഉണ്ടാവും. എന്റെ ഈ സ്വഭാവം കൊണ്ടാ നീയൊക്കെ കഞ്ഞി കുടിച്ച് കിടക്കുന്നത്. 3 പിള്ളേരെ അല്ലാതെ 4 ചക്രത്തിന്റെ വകയുണ്ടാക്കിയിട്ടല്ല നിന്റെ അച്ഛൻ പോയത്. അതിന് മറ്റുള്ളവരെന്ത് വേണം? അമ്മ എന്താ ഗിരിയേട്ടന്റെ കാര്യം ഓർക്കാത്തത്? നീ എന്തിനാ അമ്മയോട് പോരടിക്കുന്നത്? അമ്മ പറഞ്ഞതാ ന്യായം. കല്യാണം കഴിച്ച് കുടുംബസ്ഥനാവാനുള്ള പ്രായം ആയിട്ടില്ല ഗിരിക്ക്. ഗിരിയേട്ടന് മറ്റൊന്നാണ് തോന്നുന്നെങ്കിലോ? അവനെന്ത് തോന്നുന്നു? ഗിരിയേട്ടൻ എന്നോട് ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഗംഗ എന്ന് പറയുന്ന കുട്ടിയുടെ കല്യാണം നിശ്ചയിച്ചതാ. ബാങ്കിൽ ജോലിയുള്ള ആരോ ആണ് വരൻ. നീ എന്റെ ചെറുക്കനെ കൈകാര്യം ചെയ്യാനോ മറ്റോ ആണോ? അതിനിങ്ങനെ ഒറ്റയ്ക്കാണോ അമ്മ വരുന്നത്? ഗുണ്ടകൾ റോഡിലെങ്ങാനും ഒളിച്ചു നിന്ന് കാണും. നിങ്ങൾ വിചാരിക്കുന്ന പോലുള്ള ആളുകളല്ല അവര്. നല്ല മനുഷ്യരാ. അവള് പിന്നെ
നല്ല മനുഷ്യരായതുകൊണ്ടാണോ കല്യാണം ഉറപ്പിച്ച പെണ്ണിന്റെ തന്തപ്പടി മകളുടെ കൂട്ടുകാരനെ അന്വേഷിച്ചിറങ്ങിയത്? കെട്ട കൂട്ടരാണെന്നുള്ളതിന് വേറെ എന്ത് തെളിവ് വേണം? ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ 4 എണ്ണം കൂടെ പറഞ്ഞേനെ. വല്ലാത്ത തൊലിക്കട്ടിയല്ല. സാറും കൊള്ളാം, മോളും കൊള്ളാം. അവരെ മാത്രം കുറ്റപ്പെടുത്തുന്നതിൽ ഒരു ന്യായവും ഇല്ല. ഗിരിയേട്ടന്റെ ഭാഗത്ത് തെറ്റില്ലേ? ഒരു സൈഡിൽ നിന്ന് മാത്രമുള്ള സ്നേഹമല്ല ഇത്. ഗിരിയേട്ടൻ അങ്ങോട്ട് സ്നേഹിച്ചിട്ടുണ്ട്, എന്തോ വാക്കും കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ മാഷ് വരില്ലല്ലോ. ഗിരി വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവന്റെ അമ്മയായ ഞാൻ ആ വാക്ക് പിൻവലിക്കുന്നു. ഗിരിയേട്ടൻ പിന്മാറാൻ തയ്യാറായില്ലെങ്കിലോ? പെട്ടെന്നൊരു ജോലിക്കായി ഏട്ടൻ ധൃതി വെക്കുന്നതിന്റെ കാരണം ഈ ബന്ധമായിരിക്കും. സ്നേഹിക്കുന്ന പെണ്ണിനെ മറ്റൊരാൾ കല്യാണം കഴിച്ചു കൊണ്ടുപോയാൽ ഗിരിയേട്ടൻ സഹിക്കോ? സ്നേഹം മണ്ണാങ്കട്ട. അങ്ങനെ എങ്ങാനും ഒരു മോഹം അവന്റെ മനസ്സിലുണ്ടെങ്കിൽ അത് നടത്താൻ ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് നടക്കില്ല. ഇനി ഇവിടെ ആരും അതിനെക്കുറിച്ച് പറയാൻ വേണ്ട. അഥവാ നിന്റെ ഗിരിയേട്ടൻ എന്തെങ്കിലും നിന്നോട് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവാതെ അവൻ്റെ കല്യാണവും പ്രേമവും ഈ വീട്ടിൽ നടക്കില്ല. ഞാൻ നടത്തൂല. പുന്നാര പെങ്ങള് ഗിരിയേട്ടനോട് പറഞ്ഞേക്ക്. അതുകൊണ്ട് മോൾ അക്കാര്യങ്ങൾ മറന്നേക്ക്. ഒരിക്കലും നടക്കില്ല. അച്ഛൻ എല്ലാ വശങ്ങളും ആലോചിച്ചിട്ടാ പറയുന്നത്. അച്ഛൻ ഗിരിയുടെ വീട്ടിൽ പോയെന്ന് പറഞ്ഞത് ശരിയാണോ? ഇക്കാര്യത്തിൽ ഒരു നാടകം കളിക്കേണ്ട ആവശ്യം എനിക്കില്ല. നീ പറഞ്ഞിട്ടല്ല, എൻ്റെ താല്പര്യപ്രകാരം ഞാൻ പോയത്. ചില ആലോചനകൾ ഉണ്ടായിരുന്നു മനസ്സിൽ. നടപ്പിലാക്കാൻ പ്രയാസമുള്ള കാര്യങ്ങളാണ് ഞാൻ ആലോചിച്ചത്. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ വലിയ കൊടുങ്കാറ്റ് തന്നെ ഉണ്ടാകുമായിരുന്നു. ഞാനും നീയും ഈ സമൂഹത്തിൽ ഒറ്റപ്പെടുമായിരുന്നു. ഒരാൾ പോലും നമ്മളെ അനുകൂലിക്കില്ല, ശാരദ പോലും. എന്നിട്ടും ഞാൻ പോയി. നിന്റെ വിഷമം കണ്ടിട്ട്, മൂടിക്കെട്ടിയുള്ള നിന്റെ ഇരിപ്പ് കണ്ട് സഹിക്കാൻ വയ്യ. നിനക്ക് വേണ്ടി പോയി. അതേ നിനക്ക് വേണ്ടി ഞാൻ പറയുന്നു, മറക്കുക. കഴിഞ്ഞതെല്ലാം മറക്കുക. അമ്മ തനി നാട്ടിൻപുറത്തുകാരിയാണെന്നും വാചകം എടുക്കുന്നൊക്കെ ഗിരി സൂചിപ്പിച്ചിട്ടുണ്ട്. എന്ന് കരുതി സംസ്കാരം എന്ന് പറഞ്ഞൊന്നുമില്ല. നാട്ടിൻപുറത്തുകാർക്ക് പരിഷ്കാരമില്ലായിരിക്കാം, പക്ഷേ വകതിരിവ് അവർക്കാ കൂടുതൽ. ഉള്ളിൽ നന്മ സൂക്ഷിക്കുന്നതും നാട്ടിൻപുറത്തുള്ളവരാണ്. ഇത് സാമാന്യ മര്യാദ പോലില്ലാത്തൊരു സ്ത്രീ, 2 പെൺമക്കൾ, കുടിച്ച് കാലുറക്കാതെ നടക്കുന്നൊരു മരുമകൻ. അയാളോ വീട്ടിൽ താൻ പഠിച്ചിരിക്കുക. പ്രായമായ പെൺകുട്ടികളുടെ വീടാണെന്നുള്ള വിചാരം പോലും ഇല്ലാതെയാ ആ സ്ത്രീ സംസാരിച്ചത്. നമുക്കൊരു തരത്തിലും ഒരിക്കലും ചേരാത്ത ബന്ധം അത്. ഒരു കണക്കിന് പോയത് നന്നായി. കാര്യങ്ങൾ നേരിട്ടറിയാൻ പറ്റിയില്ല. ഇനി ആ ഇച്ഛാഭംഗമൊന്നും വേണ്ട. പക്ഷെ ഗിരി നല്ല ആളാ അച്ഛാ. കുടുംബം നല്ലതല്ല. അന്തസ്സുള്ളൊരു പെൺകുട്ടിക്ക് ആ അന്തരീക്ഷത്തിൽ ജീവിക്കാൻ കഴിയില്ല. നിനക്ക് ഒരു കാരണവശാലും അവിടെ പൊരുത്തപ്പെട്ട് കഴിയാനാവില്ല. ഒരു പക്ഷെ അച്ഛൻ ചെന്ന സമയത്ത് മറ്റേതെങ്കിലും കാര്യത്തിൽ അവിടെ മുഷിച്ചിലുണ്ടായിട്ടുണ്ടാവും. നിർത്ത്. നിന്റെ ന്യായവാദങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട. എന്നെ അപമാനിച്ച അവരവിടെ നിർത്തിവിട്ടെ. അതറിയോ നിനക്ക്? അങ്ങനെ ഒരിടത്തേക്ക് നിന്നെ അയക്കാൻ ഞാൻ തയ്യാറല്ല. അതേപ്പറ്റി ഇനി ആലോചിക്കുന്ന പ്രശ്നമില്ല. വെറുതെ ഒരു ദിവസം പാഴാക്കി. നാളെ മുതൽ ക്ഷണം തുടങ്ങണം. അതൊരു യജ്ഞം തന്നെയാ. ആ, നിനക്ക് ക്ഷണിക്കാനുള്ളവരുടെ ലിസ്റ്റ് ഉണ്ടാക്കണം. ദിവസങ്ങൾ ഓടി അങ്ങ് പോവും. ആവശ്യമില്ലാത്ത മനോവിചാരങ്ങൾ വേണ്ട. അച്ഛൻ വളരെ സീരിയസ് ആയിട്ടാ പറയുന്നത്. മനസ്സിലായോ? പോസ്റ്റ്. ഒരു രജിസ്റ്റേർഡ് ഉണ്ട്.
ദാ ഇവിടെ. അമ്മേ അമ്മേ എന്തോന്നാടി? നോക്കട്ടെ. ഗിരിയേട്ടൻ ഗൾഫിൽ പോകാനായിട്ട് മുംബൈയിലുള്ള ഒരു ഏജൻസിയായിട്ട് ബന്ധപ്പെട്ടിരുന്നില്ലേ? ആ. അവരയച്ച കത്ത് കാര്യം എന്തെന്ന് വെച്ചാ പറ. ഇന്റർവ്യൂവിന് വിളിച്ചിരിക്കുന്നു. എന്റെ ദേവി, 9-ാം തീയതി മുംബൈയിലുള്ള ഓഫീസിലെത്തണം. 9-ാം തീയതിയോ? ദിവസം ഇനി അടുത്തല്ലോ. 9 എന്ന് പറയുമ്പോ നാളെ വൈകിട്ടെങ്കിലും ഇവിടുന്ന് തിരിച്ചെങ്കിലേ സമയത്തിന് മുംബൈയിൽ എത്തുള്ളൂ. ഇപ്പൊ തന്നെ ഗിരിയെ വിളിച്ചിട്ട് വിവരം അറിയിക്കേ. ഉടനെ ഇങ്ങ് വരാൻ പറ. കുടുംബം രക്ഷപ്പെടാനുള്ള വഴി ഈശ്വരൻ കാണിച്ചു തന്നിരിക്കുക. അത്രയ്ക്ക് നെഞ്ചുരുകിയ ഞാൻ പ്രാർത്ഥിച്ചത്. ദൈവം അത് കേട്ടു. ജോലി കിട്ടി പേർഷ്യക്ക് പോയ എല്ലാം കൊണ്ടും അവൻ രക്ഷപ്പെടും. പെട്ടെന്ന് അവന്റെ കടലാസുകളെല്ലാം ശരിയായി. എന്റെ ചെറുക്കനെ അക്കരയ്ക്ക് കടത്തണേ എന്റെ ദേവി. നോക്കി നിൽക്കാതെ ചെന്നവനെ വിളിക്ക് പെണ്ണേ. ഈശ്വര, ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ. എന്നിൽ നിന്നും പറന്നിറങ്ങിയ നീ എന്തിനാ സുലോനെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നേ? നിങ്ങൾ വരുന്നതും കാത്തു നിന്നതാ. അതാണ് സ്നേഹം. നീ ആടി പതിവ്രത. പൂമുഖ വാതിക്കൽ സ്നേഹം തുളുമ്പുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യയെന്ന് വയലാർ ദേവരായൻ തമ്പി എഴുതിയത് എത്ര കറക്റ്റ്. അല്ല എടി, നിന്റെ അമ്മയ്ക്ക് എന്തു പറ്റി? സന്ധ്യ കഴിഞ്ഞിട്ടും പതിവുള്ള കഥാപ്രസംഗം കേൾക്കുന്നില്ല? വലിയ താമസമില്ലാതെ കേൾക്കാം. അല്ല അത് മതി. ശീലമായി പോയതുകൊണ്ട് പുള്ളിക്കാരൻ 4 തെറി പറഞ്ഞാലേ അത്താഴ മൂടിനൊരു സുഖമുള്ളൂ. ഇന്ന് സുഖമായിട്ട് അത്താഴം ഉണ്ണാം. പുഴമീനുണ്ടോ അതോ കോഴിയെ വാങ്ങിച്ച കറി വെച്ചോ? ഓ എനിക്ക് വയ്യ. ഇന്ന് കുടിക്കാൻ നിങ്ങൾക്ക് എവിടെന്നാ കാശ് കിട്ടിയത്? കുടിക്കാനോ? ആര് കുടിച്ചു? ഞാൻ കുടിച്ചില്ല. ദേ, അഭ്യാസം എടുക്കുന്ന സത്യം പറ. എവിടെയായിരുന്നു പൈസ? അയ്യോ സുലു, ഞാൻ വാങ്ങിച്ചതല്ല. ഇങ്ങോട്ട് വരുന്ന വഴി ആ പാക്കണ്ടത്തിലെ പൊടിയനും പിള്ളേരും ആ കലിങ്കിലിരുന്ന് സ്മോൾ അടിക്കുന്നു. ഞാൻ അങ്ങോട്ട് നോക്കാനേ പോയില്ല. പക്ഷെ പൊടിയും വിടുവോ? പൗത്രണ്ണൻ ജസ്റ്റ് ഒരു കമ്പനി തരണമെന്നായി. ഒരുപാട് കെഞ്ചിയപ്പോ ഞാൻ അടുത്തേക്ക് ചെന്നു. അല്ലെങ്കിൽ നിന്ന് ചെന്നവരില്ലേ? ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ഈ കയ്യിലൊരു 2 തുടം. അത് പ്രസാദം പോലെ നാക്കിലോട്ട് ഒഴിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു. പിന്നെ അത്രയും കഴിച്ചതിന്റെ ലക്ഷണമല്ലേ ഈ കാണിക്കുന്നത്? നിങ്ങളെ ഞാൻ എത്ര നാളായിട്ട് കാണാൻ തുടങ്ങിയതാ. 10 കൊല്ലം തവച്ചായിരുന്നു. ഒരു നവംബറിലായിരുന്നു നമ്മുടെ കല്യാണം. നവംബറിന്റെ നഷ്ടം. നിലവിളക്ക് എവിടെ? എന്താ ഇവിടത്തെ നിലവിളക്ക് എവിടെന്ന്? പറഞ്ഞതുപോലെ ഇവിടുത്തെ നിലവിളക്ക് എവിടെ? സന്ധ്യക്ക് തിണ്ണയിൽ കൊളുത്തി വെക്കുന്നല്ലേ? എവിടെ പോയി സുലു? കുളിക്കാൻ പോയി. മോഷണം തുടങ്ങിയ നിങ്ങള്? മോഷണോ? ഇല്ല, ഇതിനും പറയരുത്. സാമ്പത്തികമായിട്ട് ഇത്തിരി ഞെരുക്കത്തിലാണെങ്കിലും തറവാടിയാണ് പവിത്രം. അത് നീ മറക്കണ്ട. വിളക്കെടുത്തോണ്ട് പോയി വിറ്റ് കുടിച്ചിട്ട് വന്നിരിക്കുന്നു വലിയ തറവാടി. സത്യമായിട്ടും നീയാണ് നിന്റെ 2 മക്കളാണ്. ഒന്ന് നിർത്തുന്നുണ്ടോ? കള്ള സത്യം ചെയ്ത് അതിന്റെ ദോഷം കൂടെ വരുത്തി വെക്കണ്ട. വിളക്ക് കട്ടത് നിങ്ങളാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. നീ ഉറപ്പിച്ച സ്ഥിതിക്ക് ഞാൻ നിഷേധിക്കുന്നില്ല. നാണമില്ലാത്ത ജന്മം. നാണമില്ലാത്ത ജന്മം. കൊള്ളാം. ഒരു TV സീരിയലിടാൻ പറ്റിയ പേര്. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കല്ലേ? അളിയൻ വന്നത് നന്നായി. പോയോ? ഫോൺ കിട്ടിയപ്പോഴേ പുറപ്പെട്ടു അല്ലേ?
സുനന്ദ വിളിച്ചപ്പോ മറ്റേ കാര്യം പറഞ്ഞായിരുന്നു. ഏത് കാര്യം? അല്ലെ നില്ലേ, ഇവിടെ ഒരു വിരുന്നുകാരൻ വന്ന കാര്യം അനിയത്തി പറഞ്ഞില്ലേ? ഏ? എന്നാ വന്നു ആലപ്പുഴയെന്ന്, അതായത് വീയപുരത്ത്. ആ മാഷ്, മാധവൻ മാഷ്. സത്യമാണോ? ചില കാര്യങ്ങളില് പവിത്ര സത്യ പറയുള്ളെന്ന് അളിയൻ അറിയില്ലേ? എന്നാ അറി. ഞാൻ ഇതുപോലെ മുറ്റത്തുലാത്തിക്കൊണ്ടിരുന്നപ്പോഴാ അദ്ദേഹം വന്നത്. ഉചിതമായ രീതിയിൽ സ്വീകരിച്ച് ഞാൻ മാന്യമായ രീതിയിൽ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് നിന്റെ മാതൃഭാവത്തിന്റെ വരവ്. അതോടെ കാര്യങ്ങൾ കൈവിട്ടു. എന്നുവെച്ചാ? വന്നത് ഗിരിയെ കാണാനാണെന്നും ഗംഗ എന്ന സുന്ദരിയുടെ അച്ഛനാണെന്നും പറഞ്ഞതോടെ സുനന്ദയ്ക്ക് ആളെ പിടിയിട്ടു. പക്ഷേ നിങ്ങളെ തല്ല പ്രശ്നമാക്കി. മകളെ ഗിരിയുടെ തലയിൽ കെട്ടിവെക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട കെരപ്പ് എന്നാണ് ദാശായണി അമ്മ ആ മാഷ മുഖത്ത് നോക്കി അഭിസംബോധന ഗെറ്റ് ഔട്ട് അടിച്ചു കളഞ്ഞത്. ടു ബാഡ് എന്ന് കരുതി അളിയെ നിരാശപ്പെടണ്ട. ആ കല്യാണം ഞാൻ നടത്തരും. സമാധാനം. മാഷിന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നാലും ഗിരിയളിയായി വീയപുരം മാഷ മോളെ തന്നെ കെട്ടും. അവിടെ നിന്ന് കിട്ടുന്ന സ്ത്രീധനത്തിൽ നിന്ന് എനിക്കുള്ള തുക തരുന്നതൊക്കെ അളിയന്റെ ഇഷ്ടം, ഞാൻ ചോദിക്കില്ല. പക്ഷെ കല്യാണം നടത്താൻ ഫുൾ സപ്പോർട്ടായിരിക്കും ഞാൻ. അത് നിങ്ങളുടെ മമ്മിയോടുള്ള പ്രതിഷേധമാണെന്ന് കൂട്ടിക്കോ. വന്ന കാലിൽ നിൽക്കാതെ അകത്തോട്ട് ചെല്ലളിയാ. എല്ലാരും ഉറ്റുനോക്കിയിരിക്കല്ലേ? ചെല്ലളിയാ. യവനെ കൊണ്ട് വല്ലത് നടക്കുമോ? ഇനി ഒരു കഥാപ്രസംഗത്തിന് സ്കോപ്പുണ്ട്. നാളെ പോയാലല്ലേ സമയത്തിന് മുംബൈയിലെത്താൻ പറ്റൂ ചേട്ടാ. പോയിട്ടും വലിയ കാര്യമൊന്നുമില്ല സുനന്ദേ. അതെന്താ? ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നോണ്ട് മാത്രമായില്ല, ഏജൻസിക്ക് പണം കൊടുക്കണം. എത്ര രൂപ? 1 ലക്ഷത്തോളം രൂപ. 1 ലക്ഷം രൂപയോ? അതിപ്പോ ചെല്ലുമ്പോ തന്നെ കൊടുക്കണോ? ചോദിക്കുന്ന കേട്ടാ തോന്നും ഇപ്പൊ ഇവിടെ പണം ഇരിപ്പുണ്ടെന്ന്. പിന്നീട് കൊടുത്താ മതി. പക്ഷേ 1 ലക്ഷം പോയിട്ട് 10,000 രൂപയെങ്കിലും ഇവിടെ എടുക്കാനുണ്ടോ? ഇപ്പോഴത്തെ യാത്രാ ചെലവിന് തന്നെ വേണം നല്ലൊരു തുക. അപ്പൊ ചേട്ടൻ പറഞ്ഞു വരുന്നത് എന്തെങ്കിലും ഒരു വഴി കാണാതെ മുംബൈ വരെ വെറുതെ പോകേണ്ട ആവശ്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്നാലേ നീ അങ്ങനെ വെറുതെ ആലോചിക്കണ്ട. 2 പശു ഉള്ളതിനെ പിടിച്ചങ്ങ് കൊടുക്കും. എന്നിട്ട് ഇവളുമാരുടെ കയ്യിലും കഴുത്തിലും കിടക്കുന്ന പൊന്നും പൊട്ടും ഒക്കെ അങ്ങ് വിൽക്കും. എന്നിട്ട് നിന്റെ ആവശ്യത്തിനുള്ള പൈസ ഉണ്ടാക്കും. എന്തായാലും നീ പോയേ പറ്റൂ. പശുവിനെ വിറ്റാ പിന്നെ എങ്ങനെ വീട് കഴിഞ്ഞു പോവമ്മേ? പാല് വിറ്റിട്ടല്ലേ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഒരു നേരം പട്ടിണി കിടക്കും. എന്നിട്ട് ഉള്ള ധനത്തിൽ കുടിച്ചങ്ങ് ജീവിക്കും. വിക്കലും പണയപ്പെടുത്തലൊന്നും ശരിയാവില്ല. ചേച്ചിയുടെ കല്യാണത്തിന്റെ ആവശ്യത്തിനായി വസ്തു പണയപ്പെടുത്തിയിട്ട് എന്തായി? ഇതുവരെ ആ വായ്പ കൊടുത്തു തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ കല്യാണം നടത്തിയത് പാഴ്ചെലവായിപ്പോയി. ഇതങ്ങനെയല്ല. നിനക്ക് ജോലി ശരിയാകാനുള്ള ഇടപാടാ. ഇന്നല്ലെങ്കിൽ നാളെ കഷ്ടപ്പെട്ടത് തിരിച്ചെടുക്കാം. വസ്തുവിന്റെ കട ഉൾപ്പെടെ എല്ലാം വീട്ടാം. ജോലി കിട്ടിയിട്ട് ഇതൊക്കെ എന്ന് നടക്കുമെന്ന? ഉറപ്പില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി ആകെയുള്ള വരുമാനം നഷ്ടപ്പെടുത്തുന്നത് ബുദ്ധിമോശമാണ്. അപ്പോ ഇന്റർവ്യൂവിന് മുംബൈ പോകണ്ടെന്നാണോ ഗിരിയേട്ടൻ പറയുന്നത്? വേണോ വേണ്ടയോന്ന് ഞാൻ ആലോചിച്ചിട്ടില്ല. നീ അങ്ങനെ ആലോചിച്ചൊന്നും കൂട്ടണ്ട. നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. നീ ഈ ജോലിക്കാര്യത്തിന് ഉഴപ്പുന്നതിന്റെ കാരണവും അറിയാം. നിന്റെ മനസ്സിൽ ആ വാദ്യാരുടെ മോളല്ലേടാ? നീ എഴുത്തയച്ച് വരുത്തിയതാണോ അയാളെ ഇങ്ങോട്ട്? ഇവിടെ വന്നിരുന്നു ഷാറ്. അതിന്റെ വിശേഷങ്ങളൊക്കെ അളിയൻ പറഞ്ഞു. വളരെ മോശമായി പോയി അമ്മേ, അമ്മയുടെ പെരുമാറ്റം. ഞാൻ മോശമാക്കാൻ പോകുന്നതേ ഉള്ളൂ. എന്ത് കെട്ടിട്ടാ ഗിരി? നീ വല്ല പെമ്പിള്ളേരുടെ പുറകെ സ്നേഹവും നടിച്ചിങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുന്നേ?
പേർഷ്യയെങ്കിൽ പേർഷ്യ. എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാൻ നോക്കാതെ വല്ലവളെ കിനാവ് കണ്ടോണ്ട് ഇവിടെ പറ്റിക്കൂടാനാണ് നിന്റെ പരിപാടിയെങ്കിൽ അത് നടക്കില്ല മോനെ. മര്യാദയ്ക്ക് നാളെ പുറപ്പെട്ടോളൂ. ഞാൻ പറയുന്ന കേൾക്കാതെ ആ ശൃംഗാരിയെ കെട്ടിയെടുത്തോണ്ട് വരാനാണ് നിന്റെ ഭാവമെങ്കിൽ ഞങ്ങളുടെ 3ന്റെ ശവമാ നീ കാണാൻ പോകുന്നത്. പറഞ്ഞേക്കാം. നല്ലപോലെ ആലോചിച്ച് എന്തു വേണമെന്ന് തീരുമാനിക്കുക. ഞങ്ങളുടെ 3ന്റെ ശവമാണ് നീ കാണാൻ പോകുന്നത്. പറഞ്ഞേക്കാം. മക്കളെ, പ്രത്യേകിച്ച് പെൺമക്കളെ ഒരച്ഛൻ എത്രമാത്രം സ്നേഹിക്കണം, അത് മുല്ലമുറ്റത്തെ മാധവൻ മാഷിനോളം വേണം. മക്കൾ, പ്രത്യേകിച്ച് പെൺമക്കൾ അച്ഛനെ എത്രമാത്രം ആശ്രയിക്കണം, അത് മുല്ലമുറ്റത്തെ ഗംഗയോളം വേണം. സ്നേഹത്തിന്റെ നാനാർത്ഥങ്ങൾ തേടുന്ന ഒരച്ഛന്റെ ധർമ്മസങ്കടങ്ങളുടെ കഥ. കാത്തിരുന്നു കാണുക നിങ്ങളുടെ സ്വന്തം ദൂരദർശൻ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണേ, കുരുന്നുപൂവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണേ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണേ, കുരുന്നുപൂവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണേ.